പെൺകുട്ടികൾക്ക് ഉം, തെറി പറയാൻ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ഉം, രാജ്യത്തെ പെൺകുട്ടികൾ നേരിടുന്ന ഉം, ഏറ്റവും വലിയ വിവേചനമാണത്. ഉം, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം സാർ. ഇഫ് ബോയ്സ് അബ്യൂസ് ദർ ഇസ് നോ ആ, പ്രോബ്ലം ആൻഡ് ഇറ്റ് ഈസ് ആ, അലൗഡ്. ബട്ട് ഇഫ് ആ, ബട്ട് ഇഫ് എ ഗേൾ അബ്യൂസസ് ഇറ്റ് ഈസ് എ കൾച്ചറൽ ഷോക്ക്. ആ, ഇത് ഞാൻ പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധി ഇന്നലെ ഉം, പൂനെയിൽ നടന്ന ഛാത്രോം കി ഉം, ഗുഞ്ച് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ കാണുന്ന പരിപാടിയിൽ പ്രസംഗിച്ചതാണ്. അതായത് ഉം, ആൺകുട്ടികൾ തെറി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ, പെൺകുട്ടികൾ തെറി പറഞ്ഞാൽ അതെന്തോ ഉം, പ്രശ്നമാണ്. അത് ഉം, സാംസ്കാരികമായ അധപ്പതനമാണ് എന്നൊക്കെ പറയുന്നു. നമ്മുടെ രാജ്യത്തെ ഉം, പെൺകുട്ടികൾക്ക് തെറി പറയാനുള്ള ആ, സ്വാതന്ത്ര്യം വേണം. അതിനു വേണ്ടിയിട്ടുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരം നടത്തണം ജൻസികൾ, യുവാക്കൾ എന്നാണ് കോൺഗ്രസിന്റെ ഉം, വിദ്യാർത്ഥികളെ വിളിച്ചു കൂട്ടിയിട്ട് ഇന്ത്യയുടെ ഉം, പ്രതിപക്ഷ നേതാവ് കുമാർ ചെല്ലപ്പൻ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലവർ ഓഫ് പട്ടായ ഇന്നലെ പ്രസംഗിച്ചത്. നമ്മുടെ ഉം, മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും ആ. ഇതാണോ സാർ നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾ, സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നം? അത് ഈ രാഹുൽ ഗാന്ധി ഒരു ലൈംഗിക അരാജകത്വം സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഉം. അപ്പൊ സുനിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അയാളുടെ ജീൻസ് എവിടെ നിന്ന് വന്നതാണ്? അയാൾക്ക് ജീൻസോ? ഇറ്റാലിയൻ ജീൻസ് അയാളുടെ ആണുള്ളത്. ജീനുകൾ. ആ. അതെ, അയാളുടെ ജീനുകൾ ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. ഉം. അപ്പൊ ഇറ്റലിയിലെ ചേരി പ്രദേശത്താണ് ഇയാളുടെ അമ്മ ജനിച്ചത്. ഓ. ലൂസിയാന എന്ന് പറയുന്ന സ്ഥലത്ത്. അവര് പറയണ ഒബ്രസാനോല ജനിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ അന്ന് സംസാരിച്ചു അതിനെ കുറിച്ച്. അതെ, അതെ, അതെ. ഈ ലൂസിയാനയിലെ ചേരി പ്രദേശത്ത് ജനിച്ച സോണിയാഗാന്ധിയുടെ സംസ്കാരം എന്താ ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഉം. അവര് വാ തുറന്ന തെറി മാത്രമേ ആ സ്ത്രീ പറയുള്ളൂ. സോണിയാഗാന്ധിയോ? അതെ അതെ, പണ്ട് അതാര് പറയുന്നു സാർ? പാർലമെന്റിൽ അതിന് വെച്ച് ആരാ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഏറ്റവും ചെറിയ സഭ്യമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ 91 ശേഷം 91 ഇലക്ഷനില് ആന്ധ്രാപ്രദേശിൽ നിന്നൊരു പി ഉപേന്ദ്ര എന്ന് പറയുന്ന മുൻ മന്ത്രി ജയിച്ചു. ഉം. ഈ ഉപേന്ദ്ര വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ കാലത്ത് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, മാന്യനായിട്ടുള്ള കാര്യം. കോൺഗ്രസ്സുകാരനാണെങ്കിലും അയാൾ മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അയാള് കോൺഗ്രസ്സുകാരനായിരുന്നു, തിരിച്ച് വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ കൂടെ വന്ന് അങ്ങനെയാണ് അയാൾ മന്ത്രിയായത്. അയാളെ പാർലമെന്റിൽ വെച്ചിട്ട് ഇവര് പറഞ്ഞു, നിന്നെ ഞാൻ വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞൊരു തെറിവാക്കും കൂടി പറഞ്ഞു അവര്. സോണിയാഗാന്ധിയോ? അയാൾ അത് എല്ലായിടത്തും പറഞ്ഞു. ഇതൊന്നും മാധ്യമങ്ങൾ എഴുതൂല സുനിൽ, ഇത് കാരണം ഈ സോണിയാഗാന്ധി തള്ളേനെ എല്ലാവർക്കും പാർലമെന്റിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളോ? പാർലമെന്റിന് പുറത്ത് വെച്ച്, ആ. പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഈ ഉപേന്ദ്ര പാർലമെന്റിന്റെ നടത്തിയ പ്രസംഗത്തിൽ ഇവരെ പരാമർശിച്ചുകൊണ്ട്, ഇവരെ വിമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. ഉം. അപ്പൊ അതില് ദേഷ്യം കൊണ്ട് ഇവര് പറഞ്ഞ തന്നെ വെടിവെച്ചു കൊല്ലുന്നു പറഞ്ഞു. അതൊരു വലിയ വിവാദമായിരുന്നു ആ കാലത്ത്. അത് ശരി, ഞാൻ ഓർക്കുന്നില്ല. അറിയേണ്ട ആൾക്കാരൊക്കെ അറിയാം. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും കൊടുക്കൂല സുനിൽ. അറിയാൻ പാടില്ലേ കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യം? ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കണ മുട്ടിലെഴിയാൻ പറഞ്ഞാൽ കമന്ന് എഴയണ ആൾക്കാരാണ്. അപ്പൊ അയാളുടെ സംസ്കാരം എന്ന് പറയുന്നത് ഈ തള്ളയുടെ സംസ്കാര. അയാള് പറയണ മുഴുവൻ തള്ള വീട്ടിൽ പറയണ ഭാഷ. ഈ പഞ്ചാബികൾ പറയേ, ഞാൻ അവരുടെ സംസ്കാരത്തിനെ ചോദ്യം ചെയ്യണല്ല. പഞ്ചാബികൾ എന്ത് പറഞ്ഞാലും രണ്ടാമത്തെ വാക്കിന് തെറിയേ വരുള്ളൂ, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും. അതൊരു കോമൺ യൂസേജ് ആണ് അവരുടെ. അതെ, അവരുടെ ഒരു സ്ഥിരം വാക്കുണ്ട്, അവരത് ഉപയോഗിക്കും. അപ്പൊ അതേപോലെ ഇയാള് പറഞ്ഞിട്ടുണ്ടാവും. ഇയാൾക്ക് അതുപോലെ ഇവിടെ വേണേ പറയാനായിട്ട്. അല്ല, ഇത് രാഹുൽ ഗാന്ധി ഇത് പ്രസംഗിക്കുന്നത് നമ്മുടെ ജന്തർ മന്ദറിലെ സമരം ഉണ്ടായിരുന്നല്ലോ. സമരവുമായി ബന്ധപ്പെട്ട് കുറെ ചെറിയ പെൺകുട്ടികൾ വന്നിട്ട് വല്ലാതെ തെറി പറയുന്നു. അങ്ങനെ തെറി പറയുന്നു. ഇത് വല്ലാതെ എന്നെ വിഷമിപ്പിക്കുന്നു. പഠിക്കുന്ന പെൺകുട്ടികൾ, അത് നാളെയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചീത്ത വാക്കുകൾ പറയുന്നു എന്നുള്ളത് സങ്കടകരമാണ്. എന്നെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഞാനത് ക്ഷമിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിനെ കോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾ തെറി പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് എന്താ പറയണ, ഈ അമ്മ, സഹോദരി, സഹോദരൻ അങ്ങനെയുള്ള ബന്ധമൊന്നും അവർക്കില്ലല്ലോ. അവര് ഇറ്റാലിയൻസ് ആണ്. ലൈംഗിക അരാജകത്വത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. യാതൊരു ബോധവും ഇല്ല. ഈ രാഹുൽ ഗാന്ധിക്ക് അറിയാത്തത് കൊണ്ടാണ് സാർ. നമ്മുടെ വീടുകളിൽ ആൺമക്കൾ തെറി പറഞ്ഞാലും മാതാപിതാക്കൾക്ക് വിഷമമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. അല്ല, അയാളുടെ വീട്ടിൽ അയാൾ കേൾക്കണ എന്താ? ഈ പറയണ കൊട്ടാരം വിദൂഷകന്മാരായിട്ടുള്ളവർ കയറി ചെല്ലുമ്പോ അവര് മുഴുവൻ ഇയാള് ചീത്തയല്ലേ വിളിക്കണേ. എന്റെ സുനിൽ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇവരോടൊക്കെ വളരെ മാന്യമായിട്ട് വേണുഗോപാൽ സാർ, വേണുഗോപാൽ ജി, അല്ലെങ്കിൽ ജയറാം രമേശ് ജി എന്ന് പറയേണ്ടെന്നാണ് വിചാരം. നല്ല കാര്യമായി വാ തുറന്ന തെറിയ പറയുള്ളൂ അവന്മാരുടെ അടുത്ത്.
അവരൊക്കെ പിന്നെ അവര് പിന്നെ പുറത്തു വന്ന് പറയുവോ അവര് ഉം. തെറിയാ കേട്ടേന്നുള്ളവര്? ഉം. അവര് ധാരണ രാഹുൽജി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവര്. ഉം. അപ്പൊ ഈ പ്രധാനമായിട്ട് ഇപ്പൊ അയാളത് പറയാൻ കാരണം ഈ നമ്മുടെ ഒരു ട്രാൻസ്ജെൻഡർ പ്രധാനമന്ത്രിനെ അപമാനിച്ച് സംസാരിച്ചല്ലേ, ഉം. പ്രധാനമന്ത്രിയുടെ അമ്മയും ഉം. അച്ഛനെയൊക്കെ ചേർത്ത് ഉം. സംസാരിച്ചല്ലേ, ഉം. അവരെ അറസ്റ്റ് ചെയ്തത് ദേശീയ തലത്തില് എല്ലാ വാർത്താ ചാനലുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉം. അപ്പൊ അത് കണ്ടപ്പോ അയാൾക്ക് ദേഷ്യം വന്നു, അതുകൊണ്ടായിരിക്കും അയാളത് പറഞ്ഞിട്ടുണ്ടാവുക. ഉം. ആ പെണ്ണ് ജാമ്യം മേടിച്ചു പോയി, പെണ്ണല്ല സോറി, ആ ട്രാൻസ്ജെൻഡർ ജാമ്യം മേടിച്ചു പോയി. ഉം. അപ്പൊ അവള് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അവളോ അവനോ എന്തൊട്ട് അല്ല, പണ്ടാറെങ്കിലായിട്ട് ഒരു മേക്കപ്പ് അയാളെന്ന് ആർട്ടിസ്റ്റ് പറയാം. ആണ്. അയാൾ പക്ഷെ പറയുന്നത് ഇന്നലെ മനോരമ ഓൺലൈനിൽ ഒരു അഭിമുഖം വന്നിരുന്നു, പൊട്ടിക്കരയുന്നു. എന്നിട്ട് പറയും, ഞാൻ ആ, പറഞ്ഞാൽ അങ്ങ് ക്ഷമിച്ചൂടെ, ഞാനൊരു ആ, ഈ അന്യനാട്ടുകാരിയല്ലേ, ഞാനൊരു ആ. കുട്ടിയല്ലേ, എന്നോട് ക്ഷമിച്ചൂടെ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. കുട്ടി എന്ന് പറയുന്ന എത്ര, ഒരു 45 ചെറിയ വയസ്സായ തെറ്റ്, കുട്ടിയാ? ഒരു ചെറിയ തെറ്റല്ലേ ഞാൻ പറഞ്ഞത്. ഒരാള് ഓ, അയാളുടെ ആ, പിതാവ് മരിച്ചതിന് ശേഷം 5 വർഷം കഴിഞ്ഞാണ് ഒരാൾ ജനിച്ചത് എന്ന് പറയുന്നത് ഒരു ചെറിയ തെറ്റല്ലേ? കാരണം ഇങ്ങനെ അത് ജനിച്ചവർക്ക്, അവർക്ക് അല്ല, അങ്ങനെ ജനിച്ചവർക്ക് അത് തെറ്റായിട്ട് തോന്നില്ല. അതെ അതെ. ഞാന് ഒരു സംഭവം പറയാം സാർ. പോട്ടെ. ഞാനൊരു സംഭവം പറയാം. അതായത് കേരളത്തിലെ കേരളത്തിൽ ഇപ്പൊ ഒരുപാട് സൗന്ദര്യ മത്സരങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഈ സൗന്ദര്യ മത്സരങ്ങളൊക്കെ തുടങ്ങിയ കാലത്ത് 2, 3 സൗന്ദര്യ മത്സരങ്ങൾ നടക്കുന്നു. അതിലൊരു സൗന്ദര്യ റാണിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ വീട്ടിൽ ഞാൻ ചെന്നു. ഞാനന്ന് കേരളകൗമുദിയിലാണ്. കേരളകൗമുദിയിൽ സൺഡേ സപ്ലിമെന്റിന് വേണ്ടി ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നതാണ്. പ്രേക്ഷകരും അറിയാൻ വേണ്ടിയായി കഥ പറഞ്ഞത്. കഥയല്ല, നടന്ന സംഭവമാണ് കേട്ടോ. അപ്പോ ഞാൻ ആളുമായിട്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആഹ്, ഉം, അപ്പൊ പറഞ്ഞു മാതാപിതാക്കളുടെ കാര്യം. നമ്മൾ ഇതെല്ലാം ചോദിക്കുമല്ലോ. അപ്പൊ പറഞ്ഞു, എന്റെ അച്ഛൻ മരിച്ചുപോയി. ഏഹ് എനിക്ക് ആഹ്, ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഇയർ പറഞ്ഞു. അപ്പോഴേക്ക് ഇതെല്ലാം കഴിഞ്ഞ് സംസാരിക്കാൻ നേരത്ത് ഒരു കുട്ടി ഈ വീട്ടിലേക്ക് കേറി വന്നു. കേറി വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, "അതാരാ?" എന്ന് ചോദിച്ചു. "അതെന്റെ അനിയനാണ്." "എത്ര വയസ്സുണ്ട് അനിയന്?" എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അനിയന്റെ പ്രായം പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ കണക്ക് കൂട്ടി. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഈ അനിയൻ ജനിച്ചത്. അത് തെറ്റൊന്നുമല്ല, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ സാംസ്കാരിക വക്താക്കളായി മാറുകയും മറ്റുള്ളവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ഇറങ്ങി നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിച്ചു പോകും. അതെ, തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും. സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ വിളിച്ചു ചേർത്തിട്ട് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പരമപ്രധാനം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ, തെറി പറയാൻ, അച്ഛനെയും അമ്മയെയും ഒക്കെ തെറി പറയാൻ, ആരോട് പൊതുസമൂഹത്തിൽ തെറി പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുക വഴി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു ഡെക്കോറം, ഒരു എന്താ ഒരു 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 നമ്മൾ സ്വയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോട്ടോകോൾ, ഇതൊക്കെ ലംഘിക്കാനല്ലേ ശ്രമിക്കുന്നത്? വോക്കിസത്തിന്റെ വക്താവായിട്ട് രാഹുൽ ഗാന്ധി മാറുകയല്ലേ? അയാള് പണ്ട് തൊട്ടേ വോക്കിസത്തിന്റെ വക്താവാണ്. അയാൾ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ വക്താവായിട്ട് മാറി. സുനിലിന്റെ അടുത്ത് ഞാൻ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അരുൺ സിംഗ് ഇല്ലേ, ഉം, അരുൺ സിംഗിന്റെ മകനെ ഇയാള് കൈയേറ്റം ചെയ്തു ഒരിക്കൽ. ഉം. അന്ന് ഇയാള് തെറി വിളിച്ചിട്ടാണ് അയാള് കൈയേറ്റം ചെയ്തത് മുഴുവൻ. വിദ്യാർത്ഥി തിരിച്ചു ആയിരിക്കുമ്പോഴാണ്, അല്ലെ കൊടുത്തു. കുട്ടിയായിരിക്കുമ്പോഴാണ്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എത്രയാണെങ്കിലും ചൊട്ടയിലെ ശീലം ചുടല വരെ, ഈ വാ തുറന്നാ തെറി പറയണവൻ ഇനി ചുടല വരെ അതേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, ചാവണ വരെ. ഉം, അയാളിൽ നിന്ന് നമുക്ക് ഒരു സംസ്കാരവും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ വേറെ എത്രയോ കാര്യങ്ങൾ പുറത്ത് അയാളെ പറ്റി പറയാനുണ്ട്. ഉം. വനിതകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് സകല സ്ഥലകാല വിഭ്രാന്തിയാന്നാണ് പറയണത്. ഉം. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള അല്ല, അത് ആൾക്കാര്, അത് സ്വാഭാവികമായും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്താണ്, ഒരുപാട് ആരാധകരുണ്ടാവും. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇല്ല, ഞാൻ അതൊന്നും തെറ്റായി വ്യാഖ്യാനിക്കണില്ല. സുനിലിന്റെ പണ്ട് യു പിയിൽ ഒരു ബലാത്സംഗ കേസ് നടന്നതിനെ കുറിച്ച് അറിയാലോ, ഞാൻ ആ പ്രത്യേകിച്ച് പറയേണ്ട സുകന്യ ആവശ്യമൊന്നുമില്ല. സിംഗ് കേസ്. പക്ഷെ ആ, അത് ഹൈക്കോടതിയൊക്കെ റദ്ദാക്കിയതാണ്. അതിന്റെ കേസിനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി റദ്ദാക്കുകയും, ഉം, അത് പരാതി കൊടുത്ത അന്ന് സമാജ്വാദി പാർട്ടിയുടെ ഒരു എംഎൽഎ ആയിരുന്നു പരാതി കൊടുത്ത അയാൾക്ക് പിഴ ചുമത്തുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അതിന്റെ ഫാക്ട്സ് ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട് സോനിയ സിംഗ് കേസ് എന്ന് പരിശോധിച്ചാൽ കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കഥാപാത്രത്തിന് തെറി പറയുക അല്ലെ തെറി കാണിക്കുക, ഇതൊന്നും അത്ര വലിയ എന്താ പറയണ, വലിയ ഗൗരവമായിട്ടുള്ള കാര്യമല്ല അത്. പക്ഷെ എന്തായാലും അയാൾ നമ്മുടെ, ഇത് തന്നെ ചെയ്യണം. അതെ, ഇന്ത്യൻ നമ്മുടെ, സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടി ജനിച്ച വിഷവിത്താണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയണത്. ഉം. എന്തായാലും പൊട്ടനാണവൻ. നമ്മുടെ മാധ്യമങ്ങൾ പൊട്ടനൊന്നുമല്ല സാർ, ക്രൂരനാണ്.
ഈ രാജ്യം അതെ. എങ്ങനെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ക്രൂരനാണ്. പണ്ട് പക്ഷേ പറയൂ സർ. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നത് താലിബാൻ അല്ലേ? ഈ അതെ, അതെ. താലിബാന്റെ 2 ഫൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അതില് ഒമർ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. ഉം, മാനസിക ബുദ്ധി ഉണ്ടാവാതിരുന്ന. ഉം, അയാള് എല്ലാവരെയും വാ തുറന്നാൽ തെറിയേ പറയുള്ളൂ. ഉം, അയാളുടെ ഏറ്റവും വലിയ ഹോബി എന്താണെന്നറിയാമോ? ഒരു പൊട്ടിപ്പൊളിഞ്ഞ കാർ അയാളുടെ വീട്ടിൽ കിടക്കുന്നുണ്ട്. അയാൾ ഉം, എന്നിട്ട് ആ കാറ് കയറി നിന്നിട്ട് ഭയങ്കര സ്പീഡിൽ ഓടിച്ച് കളിക്കണ പോലെ കാണിക്കും. കാറ് ഉം, മൂവ് ചെയ്യില്ല, കാരണം ടയർ 4 എടുത്തോണ്ട് പോയിക്കായിരുന്നു. ഉം, ഒമാർ എന്ന് പറഞ്ഞിട്ട് ഉം, അയാളെ മരിച്ചു, അയാളെ കൊന്നു ആരാണ്ട്. കാരണം ഇത് എത്ര നാളാന്ന് വിചാരിച്ചിട്ട് സഹിക്കണം. വഴി കൂടി പോണവരെ മുഴുവൻ തെറി വിളിക്കും. ഉം, ഇയാള് ചെയ്യണ പോലെ, നമ്മുടെ രാഹുൽ ഗാന്ധി ചെയ്യണ പോലെ. ഉം. അപ്പൊ ഈ ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യൻ കൾച്ചറിനും ഇന്ത്യൻ ട്രഡീഷനും പറ്റിയ ഏറ്റവും വലിയ അപജയമാണ് ഈ ചങ്ങാതി, ഈ എന്താ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വിദ്വാൻ. ഏതായാലും നമ്മുടെ വെറുതെ മാധ്യമങ്ങൾ ഈ വാർത്ത രാഹുൽ ഗാന്ധി പെൺകുട്ടികൾക്ക് തെറി പറയാനുള്ള സ്വാതന്ത്ര്യം വേണം, ഈ ആൺകുട്ടികൾക്കാകാമെങ്കിൽ പെൺകുട്ടികൾ പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ വിദഗ്ധമായി മുക്കിയിട്ടുണ്ട്. അത് മുക്കും. കാരണം ഗാന്ധി കുടുംബത്തിനെതിരെ ഇവരൊന്നും എഴുതില്ലല്ലോ. കാരണം ഈ വിവേക് അഗ്നിഹോത്രി പറഞ്ഞിട്ടുണ്ട്, അവര് നടത്തിയ ഒരു ഗവേഷണത്തിൽ കണ്ടുപിടിച്ചൊരു കാര്യം, 20 വർഷത്തിലധികമായി ഇവര് കോൺഗ്രസിനെതിരെയോ അതല്ലെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെയോ അവരുടെ 2 മക്കൾക്കെതിരെയോ എന്ത് വാർത്ത വന്നാലും അത് കൊടുക്കൂല. ബ്ലാക്ക് ഔട്ട് ചെയ്യുക വാർത്ത, തമസ്കരിക്കുക വാർത്ത. അല്ല, ഇത് വാർത്ത അവർക്കെതിരെ ഒരു കൊടുക്കാത്തത് വെച്ചാൽ വാർത്ത അവർക്ക് ക്ഷീണം വരും. കാരണം ഈ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് മാധ്യമങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് അയാൾ കൊടുക്കാത്തത്. കാണിക്കണ ശുദ്ധ തെമ്മാടിത്തരല്ലേ അയാൾ കാണിക്കണം. ഇപ്പൊ നാളെ മറ്റന്നാളായിട്ട് പുതിയ ഫയലായിട്ട് വരും, പുതിയ ലീക്കുമായിട്ട് വരികയാണ് മൂപ്പര്. എന്താ മറ്റേ അമേരിക്കയിലെ ഒരു ഇപ്പൊ എപ്സ്റ്റീൻ ഫയൽ എന്നൊക്കെ പറഞ്ഞൊരു ഫയലില്ലേ, ഉം, അതിനകത്ത് എന്താ പറയണ, പ്രസിഡന്റ് ട്രംപിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പങ്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അയാൾ നാളെ മറ്റന്നാളോ പത്രസമ്മേളനം നടത്താനിരിക്കുകയാണ് അയാൾ. ഉം, ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. ഉം, ഉം. സുബ്രഹ്മണ്യ സ്വാമി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അയാള് എന്താ പറയുന്ന പത്രസമ്മേളനം നടത്തുമായിരിക്കും. ഈ ഫയൽ ലീക്ക് ആയിട്ടുണ്ടെന്ന്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പിന്നെ ഇപ്പൊ നരേന്ദ്രമോദിയോട് ഭയങ്കര ദേഷ്യമാണ്, അദ്ദേഹത്തെ ക്യാബിനറ്റിൽ എടുക്കാത്തത്. ഉം. ഏതായാലും ഇവര് നമുക്ക് ഉം, ഇയാളും ഇയാളുടെ അനീതി ബോട്ടിൽ റാണി, അതെ. സംസ്കാരം എന്ന് പറയുന്ന ഒരു വക അടുത്തുകൂടി പോയിട്ടില്ല. ഇവർക്ക് എന്ത് ബോധമുണ്ട്? ഇവർക്ക് രാഷ്ട്രീയത്തിൽ വരുമ്പോ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഒരു മാന്യത ഉണ്ടാവൂലേ? ഇപ്പൊ കോൺഗ്രസിന്റെ അലവലാതി നേതാക്കന്മാരൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ കുറെയൊക്കെ മാന്യന്മാരായിട്ടാണ് പെരുമാറുന്നത്. ഇയാൾ അതുപോലും കാണിക്കില്ല. ഇയാള് പാർലമെന്റിൽ വരണ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടില്ലേ, പാൻസിന്റെ പോക്കറ്റിൽ കൈയിട്ടുണ്ട്. അത് പോക്കറ്റ് ഇല്ലാന്നാ പറയണ അവിടെ. ഉം, ഉം, തയ്യൽക്കാരൻ്റെ അടുത്തുകൊണ്ട് പ്രത്യേകം പോക്കറ്റ് എടുത്തു കളഞ്ഞിട്ട് അതും അതിനുള്ളിൽ കൈയിട്ടുണ്ട് തിരികെ പിടിച്ചോണ്ടാണ് വരണ അയാള്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക? ഉം, ഉം, ഉം. എനിവേ, ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് പറയാൻ ഇന്ത്യ ലൈവ് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഇന്നലെ ഇങ്ങനെയാണ് എന്ന് നമുക്ക് ലോകത്തോട് പറയണമല്ലോ. അതെ, ഏതായാലും പറയേണ്ടത് തന്നെയാണ്. അയാള് പറഞ്ഞത് പറയേണ്ടത് തന്നെയാണ്. ഓക്കെ. ലോകര് അറിയണം. അല്ല, ഇതാണ് ഉം, ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്ന അതെ. ഒരുത്തൻ. ഇതാണ് അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം ഇതാണ്. ഇഫ് ബോയ്സ് അബ്യൂസ് there is no problem and it is allowed. But if a girl abuses, it is a cultural shock. Very bad. Very bad. ഓക്കെ. ഇന്ത്യൻ സംസ്കാരത്തിന് പുതിയ ഒരു ദിശാമാർഗം നൽകാനായിട്ട് ജനിച്ചിരിക്കുന്ന ആ ആത്മാവിന് നമുക്ക് എന്താ പറയണ, എല്ലാ പ്രാർത്ഥനകളും നേരാം. അത്രേ എനിക്ക് അതെ, അതെ, പറയാനുള്ളൂ. അതെ, അതെ. ഓക്കെ.